എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടക്കാനിരിക്കുന്ന സിവിൽ പോലീസ് ഓഫീസർ എക്സാമിന് മുന്നോടിയായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, 2026 ബുക്കർ പ്രൈസ് ജേതാവ് ആരാണ്? 2026 ബുക്കർ പ്രൈസ് ജേതാവ് യാങ് സുവാങ് സായാണ് 2026 ബുക്കർ പ്രൈസ് ജേതാവ്. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഷിമോൺ സഗാഗുച്ചി, മേരി ഇ ഫ്രാങ്കോ, ഫ്രെഡ് റാംസ്ഡെൽ. ഷിമോൺ സഗാഗുച്ചി, മേരി ഇ ഫ്രാങ്കോ, ഫ്രെഡ് റാംസ്ഡെലിനുമാണ് 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. 2025 ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ജോൺ ക്ലാർക്ക്, മൈക്കൽ എച്ച് ഡെവോറൈറ്റ്, ജോൺ എം മാർട്ടിനസ്. ജോൺ ക്ലാർക്ക്, മൈക്കൽ എച്ച് ഡെവോറൈറ്റ്, ജോൺ എം മാർട്ടിനസ് എന്നിവർക്കാണ് 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്താണ്? 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാത്തു എന്ന കാക്കത്തമ്പുരാട്ടി. വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാത്തു എന്ന കാക്കത്തമ്പുരാട്ടിയാണ് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ ആര്? 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ വിയപുരം ചുണ്ടനാണ് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ. 2026 ICC പുരുഷ T20 വേൾഡ് കപ്പ് ജേതാക്കൾ. 2026 ICC പുരുഷ T20 വേൾഡ് കപ്പ് ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ് 2026 ICC പുരുഷ T20 വേൾഡ് കപ്പ് ജേതാക്കൾ. ഇന്ത്യ ICC പുരുഷ T20 വേൾഡ് കപ്പ് സ്വന്തമാക്കിയ വർഷങ്ങൾ ഏതെല്ലാമാണ്? ഇന്ത്യ ICC പുരുഷ T20 വേൾഡ് കപ്പ് സ്വന്തമാക്കിയ വർഷങ്ങൾ ഏതെല്ലാമാണ്? 2007, 2024, 2026. 2007-ലും 2024-ലും 2026-ലുമാണ് ഇന്ത്യക്ക് ICC T20 വേൾഡ് കപ്പ് സ്വന്തമാക്കിയത്. 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തി ആർ വൈരമുത്തുവാണ് 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചത് എന്നാണ്? പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചത് എന്നാണ്? 2026 ജനുവരി 7. 2026 ജനുവരി 7-നാണ് പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചത്. 2026 35ാമത് സരസ്വതി സമ്മാനാർഹനായ ബംഗാളി എഴുത്തുകാരൻ ആരാണ്? 35ാമത് സരസ്വതി സമ്മാന് അർഹനായ ബംഗാളി എഴുത്തുകാരൻ ആരാണ്? രാംകുമാർ മുഖോപാധ്യായാണ് 35ാമത് സരസ്വതി സമ്മാനാർഹനായ ബംഗാളി എഴുത്തുകാരൻ. 1 മണിക്കൂറിനുള്ളിൽ 2.5 ലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ നഗരം ഏതാണ്? 1 മണിക്കൂറിനുള്ളിൽ 2.5 ലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ലോക റെക്കോർഡ് നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? വാരണാസിയാണ് 1 മണിക്കൂറിനുള്ളിൽ 2.5 ലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ലോക റെക്കോർഡ് നേടിയ ഇന്ത്യൻ നഗരം. റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി. റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമുവാണ് റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി. 2026 ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ 19ാമത് പതിപ്പിൽ വിജയികളായത് ആര്? 2026 IPL-ൽ 19ാമത്തെ പതിപ്പിൽ വിജയികളായത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് IPL-ന്റെ 19ാമത് പതിപ്പിൽ വിജയികളായത്. 71ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്. 71ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് 12th ഫെയിലാണ് 71ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്. 55ാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് ഏത്?
55ാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് മഞ്ഞുമ്മൽ ബോയ്സ് ആണ് 55ാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത്. 2025 യുണൈറ്റഡ് നേഷൻസിന്റെ യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ്? 2025 യുണൈറ്റഡ് നേഷൻസിന്റെ യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ജിനാലി മോദിയാണ് 2025 യുണൈറ്റഡ് നേഷൻസിന്റെ യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി. 2025 UN ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി. 2025 UN ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരിയാണ് സുപ്രിയ സാഹു ആണ് 2025 UN ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി. 2025 സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് 2025 സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. 12,000 വർഷത്തിനു ശേഷം കിഴക്കേ ആഫ്രിക്കയിലെ രാജ്യമായ എത്യോപ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം. 12,000 വർഷത്തിനു ശേഷം കിഴക്കേ ആഫ്രിക്കയിലെ രാജ്യമായ എത്യോപ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ്? ഹെയ്ലി ഹബ്ബിയാണ് 12,000 വർഷത്തിനു ശേഷം കിഴക്കേ ആഫ്രിക്കയിലെ രാജ്യമായ എത്യോപ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം. 16ാം കേരള നിയമസഭയുടെ നിലവിലെ സ്പീക്കർ ആരാണ്? 16ാം കേരള നിയമസഭയുടെ നിലവിലെ സ്പീക്കറാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 16ാം കേരള നിയമസഭയിലെ സ്പീക്കർ. 16ാം കേരള നിയമസഭയുടെ നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? 16ാം കേരള നിയമസഭയുടെ നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനാണ് 16ാം കേരള നിയമസഭയുടെ നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കർ. കേരളത്തിന്റെ നിലവിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ നിലവിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് വി.ഡി. സതീശനാണ് കേരളത്തിന്റെ നിലവിലെ ധനകാര്യ വകുപ്പ് മന്ത്രി. കേരളത്തിലെ നിലവിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ നിലവിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് രമേശ് ചെന്നിത്തലയാണ് കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രി. കേരളത്തിലെ നിലവിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ നിലവിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് കെ മുരളീധരനാണ് കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി. കേരളത്തിലെ നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? കെ എം ഷാജിയാണ് കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേരള ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോണാണ് കേരള ഗതാഗത വകുപ്പ് മന്ത്രി. കേരളത്തിലെ നിലവിലെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേരള എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു ആണ് നിലവിലെ കേരള എക്സൈസ് വകുപ്പ് മന്ത്രി. കേരളത്തിലെ നിലവിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ്? കേരള ഫിഷറീസ് വകുപ്പ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ ആണ് കേരള ഫിഷറീസ് വകുപ്പ് മന്ത്രി. കേരളത്തിലെ നിലവിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരാണ്? കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരാണ്? പി കെ ബഷീറാണ് കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. കേരളത്തിലെ നിലവിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? കേരള പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് കെ എ തുളസിയാണ് കേരള പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി. കേരളത്തിലെ നിലവിലെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? ഒ ജെ ജനീഷാണ് കേരളത്തിൻ്റെ നിലവിലെ കായിക വകുപ്പ് മന്ത്രി. കേരളത്തിലെ നിലവിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? എൻ ഷംസുദ്ദീനാണ് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. കേരളത്തിലെ നിലവിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? റോജി എം ജോൺ ആണ് കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. കേരളത്തിൻ്റെ നിലവിലെ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ആരാണ്? കേരള വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ആരാണ്? ബിന്ദു കൃഷ്ണയാണ് കേരള വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി. കേരളത്തിലെ നിലവിലെ ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ നിലവിലെ ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? മോൻസ് ജോസഫ് ആണ് കേരള ജലവിഭവ വകുപ്പ് മന്ത്രി.
കേരളത്തിലെ നിലവിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്. PC വിഷ്ണുനാഥാണ് നിലവിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി. 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആരാണ്? 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആരാണ്? ഉസ്മാൻ ഡെംബാലെ. ഉസ്മാൻ ഡെംബാലെയാണ് 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അങ്കൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ നിയോജക മണ്ഡലം ഏതാണ്? ചിറ്റൂർ. ചിറ്റൂരാണ് 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അങ്കൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ നിയോജക മണ്ഡലം. 2025 ഏപ്രിൽ മാസം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? നരേന്ദ്രമോദി. നരേന്ദ്രമോദിയാണ് 2025 ഏപ്രിൽ മാസം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അജിത് ഡോവൽ. അജിത് ഡോവലാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ചന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി എന്നാണ്? ചന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി എന്നാണ്? 2023 ഓഗസ്റ്റ് 23. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി. 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രമേത്? 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രം ഏതാണ്? തന്തപ്പേര്. തന്തപ്പേരാണ് 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ചത്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആരാണ്? 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം മലയാളത്തിൽ നേടിയത് ആരാണ്? അഖിൽ പി ധർമ്മജൻ. അഖിൽ പി ധർമ്മജനാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത്. 2026-27 കേരള സംസ്ഥാന ബഡ്ജറ്റ് 2025 നവംബർ മുതൽ ഏത് ഭരണസമിതിക്കാണ് പ്രതിമാസം 1000 രൂപ ഗ്രാന്റ് നടപ്പിലാക്കിയത്? 2026-27 കേരള സംസ്ഥാന ബഡ്ജറ്റ് 2025 നവംബർ മുതൽ ഏത് ഭരണസമിതിക്കാണ് പ്രതിമാസം 1000 രൂപ ഗ്രാന്റ് നടപ്പിലാക്കിയത്? കുടുംബശ്രീ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റികൾ ADS. 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൈൻ സെക്രട്ടറിയായി നിയമിച്ചത് ആരെയാണ്? 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൈൻ സെക്രട്ടറിയായി നിയമിച്ചത് ആരെയാണ്? പീയൂഷ് ഗോയൽ. പീയൂഷ് ഗോയലിനെയാണ് 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൈൻ സെക്രട്ടറിയായി നിയമിച്ചത്. 2025 ജൂണിൽ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? 2025 ജൂണിൽ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണി. മഹേന്ദ്ര സിംഗ് ധോണിയാണ് 2025 ജൂണിൽ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. കേന്ദ്ര റെയിൽവേ മന്ത്രി. കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? അശ്വിനി വൈഷ്ണവ്. അശ്വിനി വൈഷ്ണവാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി. കേരളത്തിലാദ്യമായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലാദ്യമായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ബ്രഹ്മപുരം. ബ്രഹ്മപുരത്താണ് കേരളത്തിലാദ്യമായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത്. 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ജോയൽ മോക്കിർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹോവിറ്റ്. ജോയൽ മോക്കിർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹോവിറ്റിനുമാണ് 2025 സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. 2025 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? 2025 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? സുസുമോ കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ യാഗി. സുസുമോ കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ യാഗി എന്നിവർക്കാണ് 2025 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്.